Hello guys, welcome back to my channel Snesham Vlogs. സോ ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 9 ആണ്. 9 ദിവസമായി നമ്മൾ ബുക്ക് റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബുക്ക് റീഡ് ചെയ്യുന്ന 9ാമത്തെ ദിവസം. ഞാൻ വായിക്കുന്ന ബുക്ക് ദ ബുക്ക് ഓഫ് വുമൻ ബൈ ഓഷോ. KPS അത് പരിഭാഷ ചെയ്ത സ്ത്രീ എന്ന ഈ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ചെറുതായിട്ട് എനിക്കൊരു ജലദോഷം ഉണ്ട്, അത് കാരണം സൗണ്ട് കുറച്ച് ഒന്ന് അടഞ്ഞ പോലെ ഇരിക്കുന്നു. എന്തായാലും നമ്മുടെ ചലഞ്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. സോ നമ്മൾ 51 പേജ് കവർ ചെയ്തു. 52ാമത്തെ പേജ് മുതൽ നമ്മൾ വായിക്കുകയാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് പോകാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഷാം വ്ലോഗ്സ്. ഓക്കെ, അപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യാനേ, ഒരുപാട് ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 2 പേജെങ്കിലും പറഞ്ഞത് വായിച്ചു തീർക്കാം കേട്ടോ. വിവാഹത്തോടെ സ്നേഹം നശിക്കുമെന്നാണെങ്കിൽ സ്നേഹവും വിചാരങ്ങളും ദൈനംദിനാടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും കുട്ടികൾ അച്ഛനും അമ്മയും ഒത്ത് വളരണമെന്ന് ആഗ്രഹിക്കുന്നവരും എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്നേഹം വിവാഹത്തോടെ നശിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിവാഹത്തിന് സ്നേഹത്തെ എങ്ങനെ നശിപ്പിക്കാൻ കഴിയും? വിവാഹത്തിൽ സ്നേഹം നശിപ്പിക്കപ്പെടുന്നു എന്നത് ശരി. അത് നശിപ്പിക്കുന്നത് വിവാഹമല്ല, നിങ്ങളാണ്. കാരണം സ്നേഹം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അറിയുമെന്ന് വെറുതെ നടിക്കുകയാണ്. അറിയുമെന്ന് ആശിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്. സ്നേഹം പഠിച്ചെടുക്കേണ്ട, പരിശീലിക്കേണ്ട ഒന്നാണ്. അതാണ് ഏറ്റവും മഹത്തായ കല. ആളുകൾ നൃത്തം ചെയ്യുന്നു, നിങ്ങൾ കണ്ടിരിക്കുന്നു. ആരോ പറയുന്നു, വരൂ നൃത്തം ചെയ്യാം. നിങ്ങൾ പറയുന്നു, ഇല്ലില്ല, എനിക്കറിയില്ല. നിങ്ങൾ കേട്ട പാതി ചാടി എഴുന്നേറ്റ് നൃത്തം ചെയ്യാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ? നിങ്ങളൊരു വർത്തകനല്ല, വെറും വിഡ്ഢിവേഷക്കാരനാണെന്ന് സ്വയം സമർപ്പിക്കലാകും. നൃത്തം ചെയ്യാൻ നൃത്തം പഠിക്കേണ്ടതുണ്ട്. അതിനായി ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ക്യാൻവാസും ബ്രഷും ചായവും ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനാവില്ല. വരയ്ക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ചിത്രകാരനാവില്ല. അതുപോലെയാണ് രതിയും. ആ കല നിങ്ങൾക്ക് ജന്മസിദ്ധമല്ല, അത് പഠിച്ചെടുക്കേണ്ടതാണ്. നൃത്തം പഠിക്കാൻ പരിശീലനം ആവശ്യമാണ്. അതത്ര പ്രയാസമല്ല, കാരണം നൃത്തത്തിന് നിങ്ങൾ ഒരാൾ മാത്രം മതി. നൃത്തം പഠിക്കാൻ പരിശീലനം ആവശ്യമാണ്. അതത്ര പ്രയാസമല്ല, കാരണം നൃത്തത്തിന് നിങ്ങൾ ഒരാൾ മാത്രം മതി. രതി കൂടുതൽ പ്രയാസകരമാണ്. അത് 2 പേർ ചേർന്ന് നൃത്തം ചെയ്യലാണ്. നൃത്തം എന്താണെന്ന് പങ്കാളിയും അറിയേണ്ടതുണ്ട്. മറ്റൊരാൾക്ക് യഥായോഗ്യമായിരിക്കുക എന്നത് വലിയൊരു കലയാണ്. 2 വ്യക്തികൾ തമ്മിൽ പൊരുത്തമുണ്ടാകുക എന്നത് വലിയ കാര്യമാണ്. 2 വ്യക്തികൾ എന്നാൽ 2 വ്യത്യസ്ത ലോകങ്ങളാണ്. 2 ലോകങ്ങൾ അടുത്തു വരുമ്പോൾ പൊരുത്തമുണ്ടാകുന്നില്ലെങ്കിൽ കൂട്ടുമുട്ടൽ ഒഴിവാക്കാനാവില്ല. സ്നേഹം പൊരുത്തമാണ്. ആനന്ദം, ആരോഗ്യം, പൊരുത്തം എല്ലാം സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സ്നേഹിക്കാൻ പഠിക്കുക. വിവാഹത്തിന് ധൃതി കൂട്ടേണ്ട. ആദ്യം ഒരു നല്ല കമിതാവാവുക. അതിനാവശ്യം എന്തൊക്കെയാണ്? എപ്പോഴും നൽകാൻ തയ്യാറാവുക, തിരിച്ചു ലഭിച്ചില്ലെങ്കിലും. സ്നേഹം പക്ഷെ തിരിച്ചു നൽകപ്പെടുന്നുണ്ട്. അത് അതിന്റെ പ്രകൃതത്തിലുള്ളതാണ്. അത് മലമുകളിൽ ചെന്ന് പാടുന്നത് പോലെയാണ്. താഴ്വര പ്രതികരിക്കാതിരിക്കില്ല. നിങ്ങളുടെ പാട്ടും ആർപ്പും അട്ടഹാസവും എല്ലാം അത് പ്രതിധ്വനിപ്പിക്കുന്നു. ഓരോ ഹൃദയവും ഓരോ താഴ്വരയാണ്. അതിലേക്ക് സ്നേഹം പകർന്നാൽ അത് പ്രതികരിക്കും. പ്രണയത്തിന്റെ ആദ്യ പാഠം തിരിച്ചാവശ്യപ്പെടാതെ കൊടുത്തുകൊണ്ടിരിക്കലാണ്. ആളുകൾ പക്ഷേ വിപരീതമായാണ് ചെയ്യുന്നത്. കൊടുക്കുന്നെങ്കിൽ തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നത് കൊണ്ട് മാത്രം. അതൊരു വിലപേശലാണ്. അവിടെ സ്വതന്ത്രമായ പങ്കുവെക്കലില്ല. അത് തിരിച്ചെത്തുന്നോ എന്ന് ഉറ്റുനോക്കലാണ്. പിന്നെ പാവം മനുഷ്യർ, അവർക്കറിയില്ല സ്നേഹത്തിന്റെ സ്വാഭാവിക രീതികൾ. വെറുതെ കോരിക്കൊടുക്കുക, തിരിച്ചു ലഭിക്കാതിരിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ വായിച്ചെടുത്തത് കണ്ടിന്യൂ ചെയ്യാം. സ്നേഹത്തിന് സഹജമായ ആനന്ദമുണ്ട്. സ്നേഹിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ഫലത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറുതെ സ്നേഹിക്കുക, മെല്ലെ, അല്പാൽപമായി. കൂടുതൽ സ്നേഹം തിരിച്ചു വരുന്നതായി നിങ്ങൾക്ക് അറിയാനാകും. സ്നേഹിച്ചുകൊണ്ട് മാത്രം സ്നേഹം എന്തെന്നറിയാൻ കഴിയൂ. സ്നേഹിച്ചതുകൊണ്ട് മാത്രമേ സ്നേഹം എന്തെന്ന് അറിയാൻ നിങ്ങൾക്ക് കഴിയൂ. നീന്തിക്കൊണ്ട് മാത്രമേ നീന്തൽ പഠിക്കാൻ കഴിയൂ എന്നതുപോലെ സ്നേഹിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത്. തെരുവിലൂടെ നടക്കുമ്പോഴും നിങ്ങൾക്ക് സ്നേഹിക്കാം. പിച്ചക്കാരനോട് പോലും സ്നേഹമായി ആകാം. അതിനു നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. വെറുതെ പുഞ്ചിരിച്ചാൽ മാത്രം മതി. പുഞ്ചിരിക്ക് ചെലവില്ല, എന്നാൽ അത് നിങ്ങളുടെ ഹൃദയം തുറക്കും. അപ്പോൾ ഹൃദയം കൂടുതൽ സചേതനമാകും. ആരുടെയെങ്കിലും കൈ പിടിക്കൂ. പരിചയക്കാരനോ അപരിചിതനോ ആരുമാകട്ടെ. അതിന് അനുയോജ്യനായ ആൾ വരാൻ കാത്തിരിക്കേണ്ട. ആ അനുയോജ്യൻ വരില്ല. ജീവിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ സ്നേഹിക്കുമ്പോൾ ശരിയായ വ്യക്തിയെ കണ്ടുകിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പൂവിട്ടു നിൽക്കുന്ന ഹൃദയം അസംഖ്യ തേനീച്ചകളെ, കമിതാക്കളെ ആകർഷിക്കുന്നു. നിങ്ങൾ തെറ്റായ രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും കരുതുന്നത് തങ്ങൾ കമിതാക്കളാണെന്നാണ്. ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ കമിതാവാകുന്നില്ല. അതത്ര എളുപ്പമല്ല. അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വളർത്തിയെടുക്കേണ്ടത്
വളർത്തിയെടുക്കേണ്ടതുണ്ട്. പരിശീലനത്തിലൂടെ സുശിക്ഷിതമാക്കേണ്ടതുണ്ട്. ഒരു വിത്ത് അകത്തുണ്ട്, അത് പൂവായി വിരിയേണ്ടതുണ്ട്. പൂക്കളാണ് തേനീച്ചകളെ ആകർഷിക്കുന്നത്. നിങ്ങളും ഒരു പൂവാകുക. വിത്തായി കാലം കഴിക്കരുത്. ഒറ്റയ്ക്ക് അസന്തുഷ്ടരായിരുന്ന രണ്ടുപേർ ഒന്നിക്കുമ്പോൾ രണ്ടുപേരുടെയും അസന്തുഷ്ടി വർദ്ധിക്കുന്നു. വളരെ ലളിതമായ ഗണിതമാണത്. 2 × 2 = 4 എന്ന പോലെ. ഈയിടെ നിങ്ങൾ എന്നെ ഒട്ടും സ്നേഹിക്കുന്നില്ല, മുല്ല നസീറുദ്ദീന്റെ ഭാര്യ പരാതിപ്പെട്ടു. പിന്നാലെ നടന്നിരുന്ന കാലത്ത് എന്നോട് പറഞ്ഞതുപോലുള്ള ഒന്നും ഇപ്പോൾ എന്നോട് പറയുന്നില്ല. ഊറി വന്ന ഒരു കണ്ണുനീർ തുള്ളി അവൾ തട്ടത്തുമ്പുകൊണ്ട് തുടച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, 100 വട്ടം സ്നേഹിക്കുന്നുണ്ട്, നസറുദ്ദീൻ പറഞ്ഞു. ഇനി നീ ആ വായ നടക്കുമോ? അല്പം സ്വസ്ഥതയോടെ ഞാൻ ഈ വീഞ്ഞൽപ്പം കഴിച്ചോട്ടെ. വിവാഹത്തിനു മുമ്പ് കോട്ടിംഗ് അവസാനിപ്പിക്കുക. എന്റെ നിർദ്ദേശം മധുവിധുവിന് ശേഷമായിരിക്കണം വിവാഹം നടക്കേണ്ടത് എന്നാണ്. എല്ലാം ശരിയായി പോകുന്നെങ്കിൽ മാത്രമേ വിവാഹം നടക്കാൻ പാടുള്ളൂ. വിവാഹത്തിനു ശേഷമുള്ള മധുവിധു വളരെ അപകടകരമാണ്. എനിക്ക് മനസ്സിലാക്കാനായതനുസരിച്ച് 99% വിവാഹങ്ങളും മധുവിധു അവസാനിക്കും മുമ്പേ അവസാനിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും നിങ്ങൾ കുരുക്കിലകപ്പെട്ടു കഴിഞ്ഞു. പിന്നെ രക്ഷപ്പെടാൻ പഴുതില്ല. നിങ്ങളെ ഭാര്യ ഉപേക്ഷിച്ചാലോ നിയമവും കോടതിയും സമൂഹവും നിങ്ങൾക്കെതിരെ തിരിയും. എല്ലാ ധാർമ്മികതകളും മതവും പൗരോഹിത്യവും നിങ്ങൾ കുറ്റക്കാരനാണെന്ന് വിധിക്കും. സമൂഹം സത്യത്തിൽ വിവാഹമോചനത്തിനെതിരെയല്ല, വിവാഹത്തിനെതിരെ ആയിരിക്കണം പ്രതിരോധം ഉയർത്തേണ്ടത്. ആളുകളെ എളുപ്പത്തിൽ വിവാഹിതരാകാൻ സമൂഹം അനുവദിക്കരുത്. കോടതി അതിൽ നിയന്ത്രണം വയ്ക്കണം. കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും ആണും പെണ്ണും ഒന്നിച്ചു ജീവിക്കട്ടെ. അതിനുശേഷം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിവാഹത്തിന് അനുമതി നൽകാം. എന്നാൽ ഈ നേർവിപരീതമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്നാകുമ്പോൾ ആരും നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങൾ അതിന് തയ്യാറാണോ, അതോ താൽക്കാലിക ഭ്രമമാണോ, പെണ്ണിന്റെ മൂക്കിന്റെ വിടവ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണോ? ഞാൻ കേട്ടത് ആശുപത്രിയിലെ ഒരു വാർഡിൽ നഴ്സുമാരെല്ലാവരും മിസ് വേൾഡ് മത്സരത്തിലെ ഫൈനലിസ്റ്റുകൾ എന്ന് തോന്നിക്കും വിധം അതിസുന്ദരിമാരായിരുന്നു. അവരെ കാണുമ്പോഴൊക്കെ വാർഡിലെ ഒരു രോഗി അവരെ കുറേ നേരം തുറച്ചു നോക്കും. എന്നിട്ട് പറയും, ചവറ്. അടുത്ത ബെഡിലെ രോഗി ഇത് കേട്ട് അമ്പരന്നു. ഇയാൾക്കിതെന്താണ്? ഇത്രയേറെ സുന്ദരികളായ നഴ്സുമാർ, എന്നിട്ടും അവരെ കാണുമ്പോൾ ഇയാൾ പറയുന്നു ചവറ് എന്ന്. നഴ്സുമാരെ കുറിച്ചല്ല ഞാനത് പറഞ്ഞത്. ആദ്യത്തെ രോഗി പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയെ ഓർക്കുകയായിരുന്നു. ഭാര്യ ഒരിക്കലും സുന്ദരിയായി തോന്നുകയില്ല, ഭർത്താവും സുന്ദരനായി തോന്നുകയില്ല. നിങ്ങൾ പരിചിതരാകുന്നതോടെ സൗന്ദര്യം അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ കവിയാണെങ്കിൽ കാൽപ്പനിക ഭാവം നല്ലതാണ്. എന്നാൽ കവികൾ ആരും തന്നെ നല്ല ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആയിരുന്നില്ല. സത്യത്തിൽ കവികളേറെയും അവിവാഹിതരായിരുന്നു. അവർ പ്രണയിച്ചു നടന്നു, എന്നാൽ പിടികൊടുത്തില്ല. അതുകൊണ്ട് അവരുടെ പ്രണയം സചേതനമായി നിൽക്കുന്നു. അവർ മനോഹരമായ കവിതകൾ എഴുതുന്നു. കവിതയുടെ മൂഡിൽ ഒരാളും വിവാഹിതരാകരുത്. ഗദ്യത്തിന്റെ മൂഡിലേക്ക് വരട്ടെ, എന്നിട്ട് കുടുംബം ഉണ്ടാക്കാം. ദൈനംദിന ജീവിതം കൂടുതലും പദ്യം പോലെയല്ല, ഗദ്യം പോലെയാണ്. ഓരോരുത്തരും അതിനായി പാകപ്പെടേണ്ടതുണ്ട്. പാകപ്പെടുക എന്ന് പറഞ്ഞാൽ കാൽപ്പനിക വിഡ്ഢി അല്ലാതാവുക എന്നർത്ഥം. ജീവിതം മനസ്സിലാക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നു, മറ്റൊരാളുമൊത്ത് ജീവിക്കേണ്ടതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ജീവിതം സ്വർഗമാണെന്നും എല്ലാം പുഷ്പമയമാണെന്നും കരുതാതിരിക്കുന്നു. യാഥാർത്ഥ്യം പരുക്കനാണെന്ന് തിരിച്ചറിയുന്നു. പൂക്കളുണ്ട്, അവ വിരളവും വിദൂരവുമാണ്, ഏറെയും മുള്ളുകളാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാനായ ശേഷവും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ റിസ്ക് എടുക്കുന്നതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. അവിടെ വിവാഹം ഒരിക്കലും സ്നേഹം ഇല്ലായ്മ ചെയ്യില്ല. കാരണം ഈ സ്നേഹം യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. കാൽപ്പനിക സ്നേഹത്തെ മാത്രമേ വിവാഹം വധിക്കുകയുള്ളൂ. വിവാഹം അതിൻ്റെതായ നിലയിൽ ഒന്നും നശിപ്പിക്കുകയില്ല. രണ്ടുപേരുടെയും ഉള്ളിലുള്ളത് വിവാഹം പുറത്തു വരുന്നേയുള്ളൂ. സ്നേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ സ്നേഹം പുറത്തു വരും. സ്നേഹം വെറും നാട്യമായിരുന്നു, ചൂണ്ടയിൽ കോർത്ത ഇരയായിരുന്നുവെങ്കിൽ വൈകാതെ അത് വെളിപ്പെടും. വിവാഹം ഒരവസരമാണ്. പുറത്തു വരേണ്ടതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. വിവാഹം സ്നേഹം നശിപ്പിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. സ്നേഹിക്കാൻ അറിയാത്തവനാണ് സ്നേഹം നശിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരു സ്വപ്നത്തിൽ ജീവിക്കുകയായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ ആ സ്വപ്നം തകർത്തു. അതല്ലെങ്കിൽ സ്നേഹം അനശ്വരമാണ്, നിത്യതയുടെ ഭാഗമാണ്. സ്നേഹമെന്ന കല നിങ്ങൾക്കറിയുമെങ്കിൽ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളോടൊപ്പം സ്നേഹവും വളരും. വിവാഹം സ്നേഹത്തിലേക്ക് വരാനുള്ള ബൃഹത്തായ ഒരവസരമാണ്. സ്നേഹത്തെ നശിപ്പിക്കാൻ ഒന്നിനുമാവില്ല. ഉണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല എന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. മറ്റെന്തോ ആയിരുന്നു അത്. സെക്സ് ആയിരിക്കാം, സെക്സ് അപ്പീലായിരിക്കാം. മറ്റെന്തോ ആണെങ്കിൽ അത് പെട്ടെന്ന് നശിക്കും. കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം ഒരിക്കൽ രുചിക്കുന്നതോടെ അതിന്റെ സെക്സ് അപ്പീൽ നഷ്ടമാകും. നിങ്ങളുടെ സ്നേഹം സെക്സ് അപ്പീൽ മാത്രമാണെങ്കിൽ അത് തിരോഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനെ സ്നേഹമായി തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തേടുന്നത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ, യഥാർത്ഥ സ്നേഹമാകുമ്പോൾ അവളുടെ അല്ലെങ്കിൽ അയാളുടെ സാമീപ്യം നിങ്ങൾക്ക് അത്യധികം ആഹ്ലാദം നൽകും. ഒന്നിച്ചിരിക്കുമ്പോൾ ആത്മഹർഷം അനുഭവപ്പെടും. അപ്പോൾ ആത്മാവിന്റെ അഗാധതയിലെ ശൂന്യത
നികന്നു വരുന്നതായി നിങ്ങൾ അറിയും. നിങ്ങളുടെ ഹൃദയം പാടും. സ്നേഹം അഭിനിവേശമല്ല, വൈകാരികതയല്ല, അത് ആരോ എങ്ങനെയോ നിങ്ങളെ പൂർണ്ണനാക്കുന്നുവെന്ന അഗാധമായ അറിവാണ്. അയാളുടെ സാന്നിധ്യം നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മാറ്റുകൂട്ടുന്നു. സ്നേഹം നിങ്ങൾക്ക് നിങ്ങളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അതുകൊണ്ട് കരുതിയിരിക്കുക. സെക്സ് സ്നേഹമാണെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെടും. ഉണർന്നിരിക്കുക. ഒരാളുടെ കേവല സാമീപ്യം നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം നൽകുന്നുവെങ്കിൽ മറ്റൊന്നും വേണ്ട, മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ആ സാമീപ്യം മാത്രം മതിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ആ സാമീപ്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ 1000 താമരകൾ വിരിയുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും. എല്ലാ നോവുകളും ആകുലതകളും അതിജീവിക്കാൻ കഴിയും. കാരണം ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വെല്ലുവിളിയായി സ്വീകരിക്കുന്നു, അവയെ അതിജീവിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം കൂടുതൽ സാന്ദ്രമാകും. സ്നേഹം അനന്തമാണ്. അതിന് തുടക്കമേ ഉള്ളൂ, ഒടുക്കം അതറിയുന്നില്ല. വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും നല്ലതാണോ? താഴെ പറയുന്ന മഹർഷിയുടെ സൂത്രങ്ങൾ മനനം ചെയ്തു നോക്കുക. 1. കല്യാണം കഴിക്കുന്നത് നല്ലതാണ്, ഇടയ്ക്കൊക്കെ. 2. ബുദ്ധിമാൻ സ്ത്രീയെ മനസ്സിലായെന്ന് പറയും, മടയൻ അത് തെളിയിക്കാൻ ശ്രമിക്കും. 3. വിവാഹം ഒരു 3 റിംഗ് സർക്കസ് ആണ്. എൻഗേജ്മെന്റ് റിംഗ്, വെഡിങ് റിംഗ്, സഫറിംഗ്. 4. വിവാഹം ലോകം കറങ്ങുന്നതായി തോന്നിപ്പിക്കും. മൂക്കിനേൽകുന്ന ഇടിയും അത് തോന്നിപ്പിക്കും. 5. വിവാഹത്തെ വിവാഹമോചനത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏകമാർഗം വിവാഹത്തിന് ഹാജരാകാതിരിക്കുക. 6. സ്ത്രീ ഈശ്വരന്റെ രണ്ടാമത്തെ തെറ്റാണ്, പുരുഷൻ ആദ്യത്തെയും. 2 തെറ്റുകൾ ചേർന്നാൽ ഒരു ശരിയുണ്ടാകില്ല. അതുകൊണ്ട് കരുതിയിരിക്കുക. നിങ്ങൾക്ക് വിവാഹം വേണമെന്നുണ്ടെങ്കിൽ അതിന് എതിര് നിൽക്കാൻ ഞാനാര്? ഞാൻ നിങ്ങളെ അല്പം കൂടി ബോധവാനാക്കാൻ ശ്രമിക്കുന്നുവെന്നു മാത്രം. ചാടുന്നതിന് മുമ്പ് ചിന്തിക്കുക. അപ്പോ അതുപോലെ പകുതി ആയോ എന്ന് ചോദിച്ചാൽ പകുതി ആയിട്ടില്ല. ഒരു പോർഷൻ കൂടി നമുക്ക് വായിച്ചിട്ട് നമുക്ക് ഹാഫ് പോർഷൻ്റെ റിവ്യൂ പറയാം. എനിക്ക് ജലദോഷമുണ്ട് ഗൈസ്. ഇന്ന് രാത്രി എനിക്ക് തലവേദന വരാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം നഷ്ടമാകും. കാരണമല്ലോ നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ മൂക്ക കടഞ്ഞു, ഈ മൂക്കടഞ്ഞു, ചത്ത് ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി റീഡിങ് ഇത്രയേ ഉള്ളൂ. നമ്മൾ വായിക്കുന്നത് ഓഷോയുടെ ദ ബുക്ക് ഓഫ് വുമൻ ആണ്. സ്ത്രീ എന്ന പരിഭാഷ KPS അഹമ്മദ് എഴുതിയ സ്ത്രീ എന്ന ആണ് നമ്മൾ വായിച്ചത്. എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് കാരണം തലേക്ക് പോലെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ഫ്രം സ്നേഷ വ്ലോഗ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. 10 വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ഫ്രം സ്നേഷ വ്ലോഗ്സ്.